ഇന്നത്തെ നമ്മുടെ റെസിപ്പി ദോശ, ഇഡ്ഡലി, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാം. നല്ല രുചിയുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. നമ്മുടെ കയ്യിൽ തക്കാളിയും സവാളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അത് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമ്മൾ സൺഫ്ലവർ ഓയിൽ, കോൺ ഓയിൽ അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ എന്നാൽ കൂടി ഒന്നുകൂടി നല്ല രുചിയൊക്കെ കിട്ടണം എന്നാണെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇതിലോട്ട് നമുക്ക് ഒരു 2 മീഡിയം സൈസായിട്ടുള്ള സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം മീഡിയം സൈസായിട്ടുള്ള 2 സവാള കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ നമ്മൾ റോസ്റ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആകുന്ന ഒരു പാകത്തിലാണല്ലോ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുന്ന ഒരു പാകത്തിൽ, നമ്മളിപ്പോൾ നെയ്ച്ചോറിനൊക്കെ വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാറില്ലേ, സവാള ചെറുതായിട്ടൊരു ഗോൾഡൻ കളറിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഇതിന് വേണ്ടി ചെയ്തെടുക്കാൻ. കാരണം ഇതാണ് ഇതിന് ഏറ്റവും രുചി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അതിനുശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 മീഡിയം സൈസായിട്ടുള്ള സവാളക്ക് ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി വേണം ഈ റെസിപ്പിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ 2 മീഡിയം സൈസായിട്ടുള്ള സവാളക്ക് അത്യാവശ്യം വലുതായിട്ടുള്ള 3 തക്കാളി ഉപയോഗിച്ചാൽ മതി. ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് ഞാനതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട്, ഇതിനകത്ത് വേറെ ഒന്നും ഇപ്പോൾ നമ്മൾ ചേർക്കുന്നില്ല, ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പം ഞാൻ നന്നായിട്ട് ഇത് അരച്ചെടുത്ത് നല്ല രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കറി തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടി നമ്മൾ നേരത്തെ വെച്ച അതേ പാൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കറുവപ്പട്ട, അതുപോലെ ഒരു ബേ ലീഫ് ചേർക്കാം, ഒരു ഏലക്ക, അതുപോലെ ഒരു 2 ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം ഉണ്ടല്ലോ, അത് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ അത് ഒത്തിരി അളവിൽ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഒന്നുകിൽ നിങ്ങൾക്ക് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് എണ്ണയിലിട്ടിട്ട് ചേർക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ ജീരകമായിട്ട് ഇല്ലെങ്കിൽ കറിയുടെ ലാസ്റ്റ് അതിൻ്റെ പൊടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. കൂടെ നമുക്ക് ഏകദേശം 1-2 തണ്ട് വരെ കറിവേപ്പില ഉപയോഗിക്കാവുന്നതാണ്. കറിവേപ്പില ചേർക്കുന്ന അത്രയും നല്ല രുചിയായിരിക്കും. ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വെളുത്തുള്ളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം വലിയ വെളുത്തുള്ളിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഒന്ന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ ചെറിയതായിട്ട് നമുക്ക് കിട്ടുന്ന വെളുത്തുള്ളി ആണെങ്കിൽ 2-3 ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണക്ക മാറി വരുന്ന രീതിയിൽ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ തക്കാളി തൊലിയോട് കൂടി ഇങ്ങനെ അരച്ച് ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ തക്കാളി വേവിച്ചെടുത്തിട്ട് തക്കാളി ഒന്ന് മുഴുവനായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട്, നമ്മൾ സാധാരണ തയ്യാറാക്കി എടുക്കാറുണ്ടല്ലോ അതുപോലെ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു രീതി കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആ തൊലി പ്രശ്നമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് വേണം പിന്നെ തക്കാളിയെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം അടച്ച് വെച്ച് വേവിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. അതായത് തക്കാളിയുടെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. ഞാനിവിടെ പിരിയൻ മുളകും സാധാരണ മുളകും ഒന്നിച്ച് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 1.5 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 2 ടീസ്പൂണൊക്കെ വരെ വേണമെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഈ കറിക്കകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഒന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ നമ്മളിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ ഈ തക്കാളി ഇപ്പോൾ നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് അടച്ച് വെച്ചിട്ട്. ഇനി തുറന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്.
ഈ തക്കാളി ശരിക്കും നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് മൂത്ത് ഇതിനകത്തുനിന്ന് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് കുക്കായി വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെല്ലാം കൂടി ആ പൊടികളുടെ പച്ചമണം മാറി വന്നതിന് ശേഷം മാത്രം നമ്മൾ സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി യോജിപ്പിച്ചെടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതിനെ നമ്മളൊന്ന് കുറുക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് നല്ല രീതിയിൽ വറ്റി ആ ഒരു എണ്ണ തെളിയുന്ന ഒരു പാകത്തിലോട്ടേക്ക് മാറും കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ദോശയുടെ ഇഡ്ഡലിയുടെയും കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്. ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് വറ്റി വന്നിട്ട് കുറച്ച് ഡ്രൈ ആയ ഒരു രീതിയിലിട്ട് മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് മൊരിഞ്ഞൊരു പാകത്തിന് ചെയ്യണമെന്ന് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പോൾ അത്രയധികം വെളിച്ചെണ്ണ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. എന്ന് വരണ്ട് നല്ലൊരു വറ്റി വരുന്ന സമയമാകുമ്പോൾ കുറച്ച് കായത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒരു 2 നുള്ള് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പുളിയും എരിവും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണം. എപ്പോഴും ആ ഒരു 2 നുള്ള് മാത്രം മതി പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് ആ കായത്തിൻ്റെ പൊടിയും കൂടി ഫൈനലായിട്ട് ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കായത്തിൻ്റെ പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകുന്ന ആ ഒരു സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഫൈനലായിട്ട് ആ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു 1-2 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് ശരിക്കും സാധാരണ നമ്മൾ തക്കാളി സവാളയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഈ സവാള നല്ലതുപോലെ മൊരിയിച്ചിട്ട് തക്കാളി അരച്ച് ചേർത്ത് അതിനെ എണ്ണയിലിട്ട് എണ്ണ തെളിയുന്ന വരെ ചെയ്തെടുക്കുമ്പോൾ ഒരു സ്വാദ് എന്ന് പറയുന്നത് ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ ശരിക്കും കഴിക്കാൻ കറികളൊന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്കിത് കുറച്ചധികം ഉണ്ടാക്കി വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.